ഹലോ നമസ്കാരം, ബെൽറൈറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥയുടെ പേരെന്താണെന്ന് അറിയണ്ടേ? അർഹതയില്ലാത്തവൻ്റെ ക്ഷണം. അപ്പോൾ അതെന്താ, ഈ അർഹതയില്ലാത്ത ആളുകൾ ക്ഷണിച്ചാൽ എന്താ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കഥ തുടങ്ങാം. ഒരിക്കൽ ഒരു വ്യാപാരി എന്ന് പറയുമ്പോൾ കച്ചവടക്കാരൻ അല്ലേ, തൻ്റെ കൂട്ടുകാരനെ വിരുന്നിന് വിളിച്ചു. അയാളുടെ ഒരു ചങ്ങാതിയെ വീട്ടിലോട്ട് വിരുന്നിന് വായൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. നമ്മളൊക്കെ ക്ഷണിക്കാറുണ്ടല്ലേ, നമ്മുടെ ചങ്ങാതിമാരെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കാറുണ്ട്. അവരുടെ വളർത്തു നായ്ക്കളും സുഹൃത്തുക്കളായിരുന്നു. രണ്ടാളുടെ വീട്ടിലും ഒരു പെറ്റ് ഡോഗ്സ്, വളർത്തുന്ന നായകളുണ്ടായിരുന്നു. അത് തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു, മുന്നേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വ്യാപാരിയുടെ നായ സുഹൃത്തിൻ്റെ നായയും പോയി ക്ഷണിച്ചു. വ്യാപാരി ചെന്നു വ്യാപാരിയുടെ സുഹൃത്തിനെ ക്ഷണിച്ചപ്പോൾ ഇത് കണ്ട വ്യാപാരിയുടെ നായ നേരെ ചെന്ന് നായയുടെ സുഹൃത്തിനെയും ചെന്ന് ക്ഷണിച്ചു. നിൻ്റെ യജമാനൻ്റെ കൂടെ നീയും വരണം കേട്ടോ എന്ന് പറഞ്ഞു. തീർച്ചയായും, ക്ഷണിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് തിരിച്ച് മറ്റേ നായയും പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരൻ്റെ നായ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. വ്യാപാരിയുടെ വീട്ടിലേക്ക് തൻ്റെ യജമാനോടൊപ്പം ചെന്ന നായ അവിടുത്തെ അടുക്കളയിലെ ഒരുക്കങ്ങൾ കണ്ട് അമ്പരന്ന് നിന്നുപോയി. അപ്പോൾ ഈ കൂട്ടുകാരൻ വീട്ടിൽ പോയപ്പോൾ നായയും ചെന്നു. അപ്പോൾ അവിടുത്തെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അത് കണ്ട് ആകെ അമ്പരന്ന് പോയി. എന്താ അത് എന്നും പറഞ്ഞ് കൊതിയൂരി വായും പൊളിച്ച് നിൽക്കുമായിരുന്നു. ഇതൊക്കെ തിന്നാൽ പിന്നെ 2-3 ദിവസത്തേക്കൊന്നും കഴിക്കേണ്ട അത്ര തരം പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊതിയോടെ നോക്കി. എന്നെ എവിടേക്ക് ക്ഷണിച്ചതിന് എൻ്റെ സുഹൃത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും എന്തായാലും മതിയാവില്ല എന്ന് നായ വിചാരിച്ചു. കൂട്ടുകാരൻ്റെ നായ ഇതൊക്കെ ആലോചിച്ച്, ഇതിപ്പോൾ കഴിക്കണതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ വാലാട്ടി ആ അടുക്കളപ്പുറത്ത് തന്നെ അവിടെ തന്നെ നിന്നു. അതവിടുത്തെ പ്രധാന പാചകക്കാരൻ്റെ കണ്ണിൽപ്പെട്ടു. അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ ആളുകളുണ്ട്. അയാൾ നോക്കുമ്പോൾ ദേ ഒരു നായ വന്നിട്ട് ഇങ്ങനെ വാലുവാട്ടി അടുക്കളപ്പുറത്ത് തന്നെ വന്ന് നിൽക്കണം. അപ്പോൾ അയാളെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ? പാചകക്കാരനറിയോ ഇതിപ്പോൾ മറ്റേയാളുടെ നായയാണ്, അയാളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും. ദേ അടുക്കളയിൽ ഒരു തെണ്ടി പട്ടി, അടിച്ചോടിക്കതിനെ എന്ന് ആ പാചകക്കാരൻ അലറി. അതോടുകൂടെ മറ്റൊന്ന് ചൂടെ നിന്നിരുന്ന ആളുകൾ വിരുന്നുകാരൻ്റെ നായ അടുക്കളയിലിട്ട് പൊതിരെ തല്ലി, തലങ്ങനെയും മെലങ്ങനെയും തല്ലി. അത് കണ്ടു നിൽക്കാനേ ആ വീട്ടിലെ നായയ്ക്ക് കഴിഞ്ഞുള്ളൂ. അല്ലാണ്ട് പോയി പറയാൻ പറ്റുമോ ആ തല്ലണ ആളുകളുടെ അടുത്ത്, അയ്യോ അതെൻ്റെ ചങ്ങാതി ഈ വന്ന ആളുടെ നായയാണ്, അതിനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പോയി കുരയ്ക്കാൻ പറ്റുമോ? കുരച്ചിരുന്നെങ്കിൽ അവിടെയുള്ള ആളുകൾ ഇവനെയും തല്ലും. അല്ലാതെ നായയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, നായയുടെ അടുത്ത് യജമാനൻ പറഞ്ഞിട്ടില്ല ചെന്ന് നിൻ്റെ കൂട്ടുകാരനെ നീയും ക്ഷണിച്ചോ, ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നായ തന്നെ ചെന്നിട്ട് ഞാനും ഈ വീട്ടിലെ ആളാണ് എന്നുള്ള അഹങ്കാരത്തോടു കൂടെ പോയി ചോദിച്ച് വിളിച്ചിട്ട് വന്നതാണ്. പക്ഷെ എന്തായി, ഇവിടെ എത്തിയപ്പോൾ തൻ്റെ കൂട്ടുകാരന് അടിയാണ് കിട്ടിയത്, മറ്റേ ആളെ പോലെയല്ല എന്ന് നായ മനസ്സിലാക്കി. യജമാനൻ്റെ കൂട്ടുകാരന് കിട്ടുന്ന പരിഗണന തൻ്റെ കൂട്ടുകാരന് കിട്ടില്ല എന്ന് അവൻ അപ്പോഴാണ് ബോധ്യമായത്. അടികൊണ്ട് അവശനായ വിരുന്നുകാരൻ്റെ നായയാണെങ്കിലോ ആകെ നടക്കാനും കൂടെ വയ്യ. ഇവരെല്ലാ പാചകക്കാരും കൂടെ അതിനെ തൂക്കിയെടുത്ത് ജനലിൽ കൂടെ ഒരച്ചേറ് അത് പുറത്ത് പോയി വീണു. അവനെ കണ്ടതും ആ തെരുവിലുള്ള നായ്ക്കളൊക്കെ കൂടെ ഓടിക്കൂടി എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ വിരുന്ന് എന്നെല്ലാവരും ആകാംക്ഷയോടുകൂടെ വന്ന് ചോദിച്ചു. എല്ലാവർക്കും നല്ല മണം കിട്ടുന്നുണ്ട്. വീട്ടിൻ്റെ ഉള്ളിലാണ് പാചകങ്ങളൊക്കെ ചെയ്യണത്. പക്ഷേ അകത്ത് കയറാൻ പേടിയുണ്ട്, തല്ലുകൊള്ളുന്നുള്ള പേടിയുണ്ട് അവർക്ക് എല്ലാവർക്കും. പക്ഷേ ഇവനെ പുറത്ത് കണ്ടതും എല്ലാവരും ഓടിക്കൂടി വന്ന് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അടി കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? നാണക്കേടല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, ഗംഭീരം. എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് എനിക്കെന്നെ അറിയില്ല, അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയൂ. ഏത് വഴിക്കാണ് ഞാനിവിടെ എത്തിയെന്ന് പോലും എനിക്കറിഞ്ഞൂടാ എന്ന് സങ്കടം മറച്ചു വെച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ മറ്റുള്ള നായ്ക്കളോട് പറഞ്ഞു. പക്ഷേ അവൻ വേറൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അർഹതയില്ലാത്തവൻ്റെ ക്ഷണം സ്വീകരിച്ചാൽ അപമാനമാകും ഫലമെന്ന് അവൻ അന്നത്തോടെ മനസ്സിലാക്കി. ഇപ്പോൾ ഈ നായയെ പോയി ക്ഷണിച്ചതിന് പകരം ആ വീട്ടിലെ യജമാനനാണ് ക്ഷണിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ആരും ഇങ്ങനെ ഉപദ്രവിക്കില്ലായിരുന്നു. താനും ആ വീട്ടിലെ യോഗ്യനായ ആളാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നായയ്ക്ക് പറ്റിയൊരു അബദ്ധമാണ്. അതിൽ നിന്ന് എന്തൊക്കെ പഠിച്ച് രണ്ട് നായ്ക്കളും ഓരോ പാഠം പഠിച്ചു. ഒന്ന്, വീട്ടിലെ നായയ്ക്ക് മനസ്സിലായി നമ്മൾ ക്ഷണിക്കണവന് വീട്ടിലുള്ളവരുടെ അത്ര പരിഗണന കിട്ടില്ല, നമ്മൾ ആ വീട്ടിലെ നായയ്ക്കുള്ള പരിഗണനയെ നമുക്ക് കിട്ടുള്ളൂ. നമ്മളെ എല്ലാവരും സംരക്ഷിക്കുന്നുണ്ടെങ്കിലും
ഞാൻ ക്ഷണിക്കുന്ന ആളെ സംരക്ഷിച്ചോളണം എന്നില്ല എന്ന് ആ നായയ്ക്ക് മനസ്സിലായി. വീട്ടിൽ ക്ഷണം സ്വീകരിച്ച് പോയ നായയ്ക്ക് എന്താ മനസ്സിലായത്? എവിടെയെങ്കിലും പോകണോ, അവിടെ നിന്ന് ക്ഷണിച്ചാലും ആദ്യമേ ചാടി കയറി പോവരുത്. ആദ്യം ആലോചിക്കണം, നമ്മൾ പോയാൽ നമ്മളെ അവരെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് നോക്കണം. ഇനി പോയിരുന്നെങ്കിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിരുന്നെങ്കിലോ ഭക്ഷണം വല്ലതും കിട്ടിയിട്ടുണ്ടാവും. നേരെ ചെന്ന് അടുക്കളയിൽ ചെന്ന് എന്തുണ്ടെന്ന് നോക്കാൻ പോയ ആളെ വേണം, പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മൾ കയറി ഇറങ്ങണ പോലെ ആ നായ സ്വന്തം വീട്ടിൽ കയറി ഇറങ്ങണ പോലെ അവിടെ പോയി കയറി ഇറങ്ങിയതും അടി കിട്ടി ഫലം. അപ്പോൾ ഇതാണ് പറയണത്, നമ്മൾ എവിടേക്ക് പോകുന്ന സമയത്തും നമ്മളെ ക്ഷണിച്ച ആളുകൾ നമ്മളെ തന്നെയാണോ ക്ഷണിച്ച് എന്ന് നോക്കണം. ആ ക്ഷണിച്ച ആളുകൾ ക്ഷണിക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകളാണോ എന്നുള്ളത് ക്ഷണിക്കണം. നമ്മളാദ്യം ആലോചിച്ച് നോക്കണം. ഇതാണ് പറയണത്, വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ പോകരുത് എന്ന് പറയില്ലേ, അതുപോലെ ഇപ്പോൾ വീട്ടിലുള്ള വല്ലവരും വിളിച്ചു പോയിട്ട് കാര്യമില്ല. വീട്ടിലുള്ള മെയിനായിട്ട് ആ നടത്തിപ്പുകാർ തന്നെ നമ്മളെ സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മളവിടെ അപമാനപ്പെടാതിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ പറയും, നിങ്ങളെ വിളിച്ചിട്ടും കൂട്ടില്ലല്ലോ, എന്തിനാ വന്നത് ചോദിക്കും. ഇതൊന്ന് പഠിക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറയാൻ പോകുമ്പോൾ ഒരു സദസ്സിൽ കയറിയിട്ട് അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ വിളിക്കും. അപ്പോൾ പറഞ്ഞാൽ മതി നമ്മൾ അഭിപ്രായം. അല്ലാതെ ഇടപെട്ട് അഭിപ്രായം പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വഴക്കം കേൾക്കും, നമ്മൾ അപമാനിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ ഒരു കുട്ടിക്കഥ. ഈ കഥ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ മുതിർന്നവർക്കും ഒരു പാഠമായിട്ടിരിക്കേണ്ട കഥയാണ്. നമുക്കാണ് ഇങ്ങനത്തെ അബദ്ധങ്ങൾ കൂടുതൽ സംഭവിക്കാറുള്ളത് അല്ലേ. ആവശ്യമില്ലാത്തടത്ത് കയറി അഭിപ്രായം പറയണ എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ ഈ കഥ കേട്ട് നോക്കുക, ശ്രദ്ധിക്കുക, എന്നിട്ട് ആലോചിക്കുക, നമ്മൾ വെറുതെ അഭിപ്രായം പറഞ്ഞ് ആളാവാൻ നോക്കണ്ടാന്ന്. ചിലപ്പോൾ നമ്മൾ പറയുന്ന അഭിപ്രായം നല്ലതായിരിക്കും, പക്ഷേ എതിർവശത്ത് നിൽക്കുന്നവർക്ക് അത് നല്ലതാണെന്ന് തോന്നുകയും കൂടെ വേണം, അല്ലെങ്കിൽ കാര്യം കഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതുപോലത്തെ വീണ്ടും പുതിയ പുതിയ കഥകളായി വീണ്ടും കാണാം. അതുവരേക്കും ബെൽറിഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഓപ്പൺ ആക്കി വെക്കണേ. പിന്നെ കാണാം കേട്ടോ. ബൈ ബൈ.